ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് എത്ര നേരം വേണമെങ്കിലും നാം തയ്യാറാണ്. സമയം പോകുന്നത് നാം അറിയാറില്ല. ഇന്ന് സുവിശേഷത്തിൽ യേശുനാഥൻ വളരെയധികം കാര്യങ്ങൾ വലിയ ജനക്കൂട്ടത്തെ പഠിപ്പിക്കുകയാണ്. തന്നെ അനുഗമിച്ച ജനക്കൂട്ടത്തെ. യേശു സമയം പോകുന്നത് അറിയുന്നില്ല. അവസാനം വൈകുന്നേരമാകുമ്പോൾ ശിഷ്യന്മാരാണ് യേശുവിനെ സമയം വൈകി എന്ന കാര്യം അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് യേശുനാഥൻ വളരെയധികം കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചത്? സുവിശേഷത്തിൽ പറയുന്നു, അവന് അവരോട് അനുകമ്പ തോന്നിയെന്ന്. വളരെയധികം ജനക്കൂട്ടം അനുഗമിക്കുന്നത് കണ്ടപ്പോൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു അവർ. അതായത് അവരെ നയിക്കാനായിട്ട്, അവർക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരുമുണ്ടായിരുന്നില്ല. എന്താണ് ഇടയനില്ലാത്ത അവസ്ഥ? പലരും എന്തിനു വേണ്ടിയാണ് യേശുവിനെ അനുഗമിച്ചത്? മറ്റൊന്നിനുമല്ല, ഒന്ന് ആരെങ്കിലും ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ, എനിക്ക് ആ സത്യം വെളിപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ. ആരെങ്കിലും ഇങ്ങനെ സത്യം അന്വേഷിക്കുന്നവരുടെ ഒരു കൂട്ടമായിരുന്നു, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുവാനായിട്ടുള്ള ആഗ്രഹമുള്ള ഒരു കൂട്ടമായിരുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി സത്യം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ ദൈവാന്വേഷി. കാരണം സത്യത്തെ പോലെ നമ്മെ സ്വതന്ത്രരാക്കുന്ന മറ്റു ഒന്നുമില്ല. അതിനാൽ നാം സത്യം അന്വേഷിക്കുമ്പോൾ നാം സ്വാതന്ത്ര്യം അന്വേഷിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ദാഹവും വിശപ്പുമുള്ളവരായിരുന്നു അവർ. അതിനാൽ തന്നെ അവരുടെ ആവശ്യം മനസ്സിലാക്കി യേശുനാഥൻ അവരെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. സമയം പോകുന്നതേ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശിഷ്യന്മാർ ഒരു പ്രായോഗികമായിട്ടുള്ളൊരു തീരുമാനം യേശുവിനെ അറിയിക്കുകയാണ്, അവരെ പറഞ്ഞു വിടുക എന്നത്. എന്നാൽ ഒരു ഡിവൈൻ മിഷൻ, ദൈവികമായിട്ടുള്ളൊരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മളുടെ കയ്യിലുള്ള വിഭവങ്ങളിലല്ല നാം ആശ്രയിക്കേണ്ടത്. നേരെ മറിച്ച് അവിടെ വേണ്ടത് ദൈവത്തിലുള്ള ശരണം, ദൈവത്തോടുള്ള സഹകരണം, ദൈവത്തോടുള്ള അനുസരണം. ഇവ മൂന്നുമുണ്ടെങ്കിൽ ആ ഡിവൈൻ മിഷൻ പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ നാം നോക്കേണ്ടത് നമുക്ക് എന്ത് ഇല്ല എന്നതിലേക്കല്ല, മറിച്ച് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ദൈവവുമായി പൂർണ്ണമായും സഹകരിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ദൈവിക പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിനാൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട്, പൂർണ്ണമായി ദൈവവുമായി സഹകരിച്ചുകൊണ്ട്, പൂർണ്ണമായി അവിടുത്തെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ദൈവിക പദ്ധതിയിൽ പങ്കാളികളാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.